കുറച്ച് പേരുണ്ട്, എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് എടുത്തു നോക്കുകയാണെങ്കിലേ എത്തുമ്പോൾ തുടങ്ങിക്കോളും ഫുള്ള് മേക്കപ്പ് ആണല്ലോ, പുട്ടിയിട്ടിട്ടുണ്ടല്ലോ, എന്തിനാ ഇത്ര മേക്കപ്പ്. പിന്നെ കുറച്ച് പേര് ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടീസ് ആയിരിക്കും കേട്ടോ. അവർക്ക് മേക്കപ്പിനെ പറ്റി ഒന്നും അറിയില്ല. ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ, ലൈറ്റായിട്ട് മതി, ലൈറ്റായിട്ട് എനിക്കൊന്ന് ഇട്ട് തരാമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ചിലരും ഉണ്ടേ. പിന്നെ കുറച്ച് പേര് സ്കിൻ കെയർ ചെയ്യുന്നത് പോലും മേക്കപ്പ് ആണെന്ന് കരുതുന്നവരുണ്ട്. സൺസ്ക്രീന് പോലും ഇടാൻ പാടില്ല എന്നാ പറയുന്നത് അവർ. എന്ത് ചെയ്യാനല്ലേ. ഈ പറയുന്നവരില്ലേ നമ്മളെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അയൽക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേര് ഒരു പണിയില്ലാതെ ഒരു മെസ്സേജും അയക്കാതെ ഇങ്ങനെയുള്ള ചില റീൽസ് കാണും. മേക്കപ്പ് ഇടുന്ന സംഗതി ഒന്ന് മെൻഷൻ ചെയ്യുക, ടാഗ് ചെയ്യുക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അതൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് അയച്ചുകൊണ്ടിരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലേ? പിന്നെ ഒരു കാര്യം, ഈ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്നത് മേക്കപ്പ് അല്ല. പിന്നെ എനിക്കറിയാവുന്ന ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡറോ ലിപ്സ്റ്റിക്കോ ക്രീമൊന്നും യൂസ് ചെയ്യാണ്ട് പുറത്തിറങ്ങുന്ന ഒരാളെ എനിക്കറിയില്ല കേട്ടോ. എന്തിനു പറയണം, എൻ്റെ അമ്മ പോലും പൗഡർ ഇട്ടിട്ടാണ് ജോലിക്കൊക്കെ. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ ആരും തന്നെ ഡെയിലി ഇത്രയും സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ടല്ല പുറത്തോട്ട് ഇറങ്ങുക. പിന്നെ ഡാർക്ക് ലിപ്സ്റ്റിക് ഇടണോ, ലൈറ്റ് ലിപ്സ്റ്റിക് ഇടണോ, കുറേ അധികം മേക്കപ്പ് ഇടണോ, അതൊക്കെ ഓരോ ആൾക്കാരുടെ ചോയ്സ് ആണ്. നിങ്ങൾ എന്തിനാണ് അതിൽ കയറി ഇടപെടുന്നത്? എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഐലൈനർ ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ കണ്ണിൽ അങ്ങനെയുള്ള ഒരു അലക്കുലുത്ത് പണികളും എടുക്കാറില്ല. അത് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാനും ലിപ്സ്റ്റിക് ഇടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഫീച്ചേഴ്സിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് എൻ്റെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഒരുങ്ങുന്നത്. ഓരോ വ്യക്തികൾ എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ പേഴ്സണൽ ചോയ്സ്. നിങ്ങൾ തമാശക്ക് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ബോഡി ഷെയ്മിംഗ് ആണേ.